നമ്മൾ ഈ ധർമ്മത്തിനെയും നമ്മൾ ഈ ചെയ്യുന്ന കാര്യങ്ങൾ എങ്ങനെ ചെയ്യണം എന്നുള്ളതാണ് ഇന്നലെ പറഞ്ഞത്. അത് കർമ്മയോഗത്തിന്റെ കാര്യമാണ്. പക്ഷെ കർമ്മയോഗം എന്നുള്ള വേർഡ് പറഞ്ഞിട്ടില്ല. നമ്മൾ സാധാരണ ചെയ്തുകൊണ്ടിരിക്കുന്നത്, നമ്മൾ വികാരത്തിലാണ് നമ്മുടെ ബുദ്ധി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. വികാരമായിട്ട് അലയനായിട്ടാണ് നമ്മുടെ ബുദ്ധി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് വിവേകമായിട്ട് അലയനായി പ്രവർത്തിക്കണം. അതിനുള്ള ഒരു തിരിച്ചറിവിന് വേണ്ടിയാണ് നമ്മൾ ഗീത പഠിക്കുന്നത്. നമ്മൾ വിചാരിക്കും നമ്മളെല്ലാം ശരികളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് ഏഹ്, ആ ആ ഒരു ധാരണ നമ്മളെല്ലാം ശരികളാണ്. ഈ ശരി ധർമ്മമാവുന്നില്ല. ഇപ്പൊ നമ്മൾ ധർമ്മത്തിൽ ഗീത പഠിപ്പിക്കുന്നത് മമ ധർമ്മമാണ്. അപ്പൊ നമ്മൾ ധർമ്മത്തിനെ ശരിക്കും ഗ്രഹിക്കേണ്ടതുണ്ട്. എന്തുവാണ് ഈ ധർമ്മം? നമ്മൾ വെച്ചിരിക്കുന്നത് ഈ സദാചാരപരമായിട്ട് ജീവിക്കുന്നതാണ് ധർമ്മം എന്ന് വിചാരിക്കുന്നു. അതല്ല ധർമ്മം. നമ്മളിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ അഹന്ത മമതയുമായിട്ടുള്ള ബന്ധത്തില്. ഈ അതെന്റെ വികാരം, ഈ വാസനയിൽ നിന്ന് വരുന്നതാണല്ലോ എൻ്റെ ചിന്തകളെല്ലാം. ഈ ചിന്തയുടെ ഒരു ഭാഗമാണല്ലോ ഈഗോ. കാരണം മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം. ഈ അഹങ്കാരമാണ് എന്നെ നയിച്ചുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാനെന്ന ഭാവം. അഹങ്കാരത്തിനർത്ഥം ഒരു നമ്മൾ ചോദിക്കുന്നത് ഞാനെന്ന ഭാവം. അല്ലാതെ നമ്മൾ ഈ അഹങ്കാരത്തിന് ഉപയോഗിച്ചിരുന്നത് ഓ അവന് ഭയങ്കര അഹങ്കാരമാണ്, നമുക്ക് അഹങ്കാരമില്ല നമ്മൾ പറയും. ഇങ്ങനെയൊക്കെ പറയും. പക്ഷെ ആ അഹങ്കാരത്തല്ലോ ഞാനെന്ന ഭാവത്തിന്, അത് ഞാനെന്നുള്ള ഭാവം ഇല്ലാതെ ഒരു മനുഷ്യന് ഇവിടെ ജീവിക്കാൻ പറ്റത്തില്ല. പക്ഷെ അത് ലിമിറ്റ് വിട്ടുപോകും. ആ ഒരു എക്സീഡ് ആവുമ്പോഴാണ്, അതാണ് നമ്മൾ എവിടാണ് എൻ്റെ ബെഞ്ച് മാർക്ക്, എവിടെയാണ് നമ്മുടെ അഹന്തം, എവിടം വരെ വരണം. അത് തീർച്ചയായിട്ടും ഒരു വ്യാവഹാരിക ഇൻട്രാക്ഷന് വേണ്ടി മാത്രം ഇത് ഈഗോ ഉപയോഗിക്കുക, ഞാനെന്ന ഭാവം. അല്ലാതെ ഏത് കർമ്മം ചെയ്യുമ്പോഴും സമർപ്പണ ബുദ്ധിയിൽ ചെയ്യുമ്പോഴും എങ്ങനെയാണ് സമർപ്പണ ബുദ്ധി? ഈശ്വര, ഞാനിതെല്ലാം എൻ്റെ കർമ്മങ്ങളെല്ലാം ഞാൻ ഈശ്വരനെ സമർപ്പിച്ചുകൊണ്ട് ചെയ്യുന്നു എന്നുള്ള വിചാരമല്ല സമർപ്പണ ബുദ്ധി. എല്ലാം നമ്മൾ ഓരോ കാര്യം ചെയ്യുമ്പോഴും ഈശ്വരനെ ഓർക്കുന്നു. ഈശ്വരനെ ഓർക്കുന്നതല്ല സമർപ്പണ ബുദ്ധി എന്ന് പറയുന്നത്. കാരണം നമ്മുടെ ഇപ്പം ഞാൻ ഇന്ന് പറഞ്ഞല്ലോ, നമ്മുടെ ശരീരത്തിന്റെ കൂടെ ചേർന്നിരിക്കുന്നത് ഈ മനസ്സാണ്. ഈ മനസ്സെന്ന് പറഞ്ഞാൽ എന്തുവാ? വികാര മനസ്സ്, എമോഷൻസ്. ഈ ശരീരം നമ്മൾ ഈ ഇപ്പൊ ഞാനെന്ന് പറയുന്ന ജീവാത്മാവിന് പല ലെയറുണ്ട്, ഇല്ലയോ? സ്ഥൂല ശരീരം, സൂക്ഷ്മ ശരീരം, കാരണ ശരീരം. 3 ലെയർ നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ നമ്മൾ ടേം പറഞ്ഞില്ലെങ്കിലും നമുക്ക് മലയാളത്തിൽ അറിയാം. എനിക്കൊരു ശരീരമുണ്ട്, ഒരു മനസ്സുണ്ട്, വാസനയുണ്ട്. നമ്മൾ പറയും ഇതൊക്കെ ജന്മവാസനയാന്ന് പറയും. അപ്പൊ നമ്മള് ഈ നമ്മുടെ ഈ വാസനയുടെ കാര്യം പറയുമ്പോഴേ, നമുക്ക് ഇപ്പോഴുള്ള വാസന അത് പലതിൻ്റെയും കൂടെ ആകെത്തുകയാണ്. നമ്മൾ ഇന്ന് വരെ ഉള്ള എൻ്റെ ഈ വാസന എന്ന് പറയുന്നത്, എൻ്റെ സംസ്കാരം, എൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് പല ഘടകങ്ങളിൽ നിന്നും നമ്മൾ കിട്ടിയതാണ്. ഒന്ന് മുൻജന്മത്തിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ട്, കഴിഞ്ഞ ജന്മത്തിൽ നിന്ന് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്, എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും ജീൻസിൽ നിന്ന് എനിക്ക് വന്നിട്ടുണ്ട്, അവരുടെ ഒരു സ്വഭാവം വന്നിട്ടുണ്ട്. ഈ ജനിച്ചതിന് ശേഷം ഞാൻ ഈ സാഹചര്യങ്ങളിൽ കൂടെ ഞാൻ പല വാസനകളും ഇഷ്ടാനിഷ്ടങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ചേർന്ന ഒരു ആകെ തുകയപ്പം ഇപ്പം എൻ്റെ വാസന എന്ന് പറയുന്നത്. അപ്പൊ ഈ വാസന, ഇപ്പൊ ഞാൻ ഈ വാസന എന്ന് പറയുന്നതാണ് എൻ്റെ, ആ വാസനയിൽ പരമാത്മ ചൈതന്യം പ്രതിഫലിക്കുമ്പോഴാണ് ഞാനെന്ന് ജീവാത്മാവ് പ്രകടമാകുന്നത്. ഈ പരമാത്മചൈതന്യം പ്രതിഫലിച്ചില്ലെങ്കിലോ, കണക്റ്റ് ആയില്ലെങ്കിലോ ഞാൻ ജഡവാ. എന്നെ നിലനിർത്തിക്കൊണ്ടിരിക്കുന്ന എൻ്റെ മുഖ്യ ഘടകം എന്ന് പറയുന്നത് ഈ ഈശ്വരനാ. ഈശ്വര ചൈതന്യമാണ് എന്നെ നിലനിർത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ഞാനെന്ന്, പക്ഷേ ഈ ഞാനെന്ന ജീവാത്മാവ് നമുക്കിപ്പോൾ തോന്നുന്നത് എന്തുവാ? എനിക്ക് നല്ലൊരു ആരോഗ്യമുള്ള ശരീരമുണ്ട്, ഞാൻ ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്, എല്ലാം ആവശ്യമില്ലാത്ത ഒന്നും, ഇതെല്ലാം വളരെ ആരോഗ്യത്തിനെ ഞാൻ വളരെ ശ്രദ്ധയോടെ കൊണ്ടുപോകുന്നുണ്ട്, ശരീരത്തിൻ്റെ കാര്യങ്ങളെല്ലാം. അപ്പം ആ ശ്രദ്ധയാണ് ഈ ശരീരത്തിനെ കൊണ്ടുപോകണം എന്നുള്ളതാണ് നമ്മുടെ വിചാരം. എത്രയോ പൂർണ്ണ ആരോഗ്യവാനായിട്ട് ഇരിക്കുന്നവരും എത്രയോ പെട്ടെന്ന് മരിച്ചു പോകുന്നതാണ്. അപ്പം ഈ ആരോഗ്യമല്ല നമ്മുടെ നിലനിർത്തിക്കൊണ്ടിരിക്കുന്നത്. പൂർണ്ണ ആരോഗ്യവാനായിട്ടിരിക്കുന്ന ഒരു ജീവാത്മാവ്, ആ ജീവാത്മാവിൻ്റെ വാസന നമുക്കറിയത്തില്ല. ആ ജീവാത്മാവിനെ ആ ശരീരം കൊണ്ടുള്ള അനുഭവിക്കാൻ പറ്റുന്നില്ലെന്ന് കണ്ടു കഴിഞ്ഞാൽ ആ ശരീരം അപ്പോഴും വിടും. നമ്മൾ വിചാരിക്കുന്നത് പ്രായം ചെന്ന് മരിക്കുന്ന ശരീരം ജീർണിച്ചില്ലല്ലോ എന്ന് വിചാരിക്കും. ശരീരത്തിന്റെ ജീർണതയല്ല ഒരു ശരീരം ജീവാത്മാവ് വിടാനുള്ള കാരണം. ആ ശരീരം കൊണ്ട് ആ ജീവാത്മാവിന് എന്തെല്ലാം കർമ്മഫലമുണ്ടോ ആ ശരീരം കൊണ്ട് സാധിക്കത്തില്ലെങ്കിൽ ആ സമയം അത് ജീവാത്മാവ് ശരീരത്തിൽ നിന്ന് വിട്ടുപോയിരിക്കും. അല്ലാതെ ഈ നമ്മൾ ഇതിനകത്തൊരു ശ്ലോകം ഉണ്ടല്ലോ, വാസാംസി ജീർണാനി യഥാവിഹായ എന്നുള്ള, ശരീരം ജീർണിച്ചു പോകുമ്പോൾ എന്നുള്ളതാണ്. ഈ ജീർണത എന്ന് പറയുന്നത് ശരീരത്തിന്റെ ആരോഗ്യസ്ഥിതിയായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നില്ല.
ഈ ജീവാത്മാവിന് ഈ ശരീരം കൊണ്ട് ഈ വാസനയിൽ അനുഭവിക്കാൻ സാധ്യമല്ലെങ്കിൽ ആ സമയം വേറെ വേറെ പുതിയ ശരീരം തേടിപ്പോവും. അപ്പൊ ഈ ശരീരം വിട്ടേ പറ്റൂ. അതിന് ഏജ് ഒരു ഫാക്ടർ അല്ല. നമ്മൾ വിചാരിക്കും കൊച്ചു കുഞ്ഞുങ്ങൾ ഒക്കെ മരിക്കുന്നു, അത് ശരീരം ജീർണിച്ചിട്ടില്ലല്ലോ. അതാ നമ്മളിതിനെ സൂക്ഷ്മമായിട്ട് കാണണം. പെരിഫറലായിട്ട് ബാഹ്യമായിട്ട് ചിന്തിച്ചാൽ നമുക്കിതൊന്നും മനസ്സിലാവത്തില്ല. നമ്മുടെ ദുരിതത്തിന് കാരണം എന്താ? പലതിനും നമുക്ക് ആൻസർ ഇല്ല. ഇതൊക്കെ ഇങ്ങനെ നടക്കുന്നു, എന്താണെന്ന് ആർക്കറിയാം? ഞാനൊന്നും ചെയ്തിട്ടില്ല. നമുക്ക് ഇതിന് അതുകൊണ്ടാണ് നമുക്ക് എന്നിട്ട് എന്തെങ്കിലും ചെയ്തേ പറ്റൂ. അപ്പം നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്തു കൂട്ടുന്നു. ഞാൻ എന്തിനിത് ചെയ്യുന്നു നമുക്ക് തന്നെ അറിയത്തില്ല. എന്തെങ്കിലും ചെയ്തേ പറ്റൂ. അവർ ഓരോ സാഹചര്യങ്ങൾ വരുന്നു, ഞാൻ ചെയ്യണം. ഞാൻ ചെയ്യുവോ? ഇത് വിവേകത്തിലാണോ വികാരത്തിലാണോ എന്ന് പോലും ഞാൻ അറിയുന്നില്ല. അപ്പം നമ്മൾ ഈ ഗീതയൊക്കെ പഠിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിന്റെ ഒരു മെക്കാനിസം ഇത്. നമ്മൾ ഇതൊക്കെ അറിഞ്ഞില്ലെങ്കിലോ, ഇതൊന്നും ഈ അറിവ് ഗീതയിൽ കൂടെ ഒരു സ്ക്രിപ്റ്റേഴ്സിൽ കൂടെ നമ്മുടെ ശാസ്ത്രങ്ങളിൽ കൂടെ അല്ലെങ്കിൽ ഒരു ഗുരുവിൽ നിന്നും അറിയാത്തവർക്ക് ഇതിങ്ങനെ ഒരു ഒരു അറിവേ ഇല്ല. ഇത് അറിവല്ല, തിരിച്ചറിവായത്. നമ്മളിപ്പോൾ തിരിച്ചറിയുക. നമുക്കെല്ലാവർക്കും അറിവുണ്ട്. പക്ഷേ നമ്മൾ തിരിച്ചറിയുന്നില്ല നമ്മൾ യഥാർത്ഥത്തിൽ ആരാണെന്നും ഇവിടെ ജീവിക്കുന്ന എന്തിനാണെന്നുള്ള തിരിച്ചറിവ് നമുക്കില്ല. നമ്മൾ ഈ എനിക്ക് കുറച്ച് വാസന, നമുക്കെല്ലാവർക്കും അറിയാം. എനിക്കൊരു ശരീരമുണ്ട്, ഒരു മനസ്സുണ്ട്, എൻ്റെ വാസനയുണ്ട്. ഇതിന് ഒരു ശാസ്ത്രവും പഠിക്കേണ്ട കാര്യമില്ല. ഇപ്പം തന്നെ നമുക്കറിയാമല്ലോ, നമുക്ക് 3 ലെയറുണ്ട്, ഇല്ലയോ? എൻ്റെ ശരീരം എനിക്ക് കാണാം, എൻ്റെ മനസ്സുണ്ടെന്ന് എനിക്കറിയാം, എനിക്കൊരു വാസന, ജന്മവാസന എന്നൊക്കെ നമ്മൾ പറയും. എനിക്ക് വാസനയുണ്ട്. ഇതാണ് 3 ലെയർ. ഈ ശരീരം എന്ന് പറയുന്നത് സ്ഥൂല ശരീരം, മനസ്സെന്ന് പറയുന്നത് സൂക്ഷ്മ ശരീരം, എൻ്റെ വാസന എന്ന് പറയുന്ന കാരണ ശരീരം. ഇത് മൂന്നും കൂടെ ചേരുന്നതാണ് ഞാനെങ്കിലും. പക്ഷെ ഇതിന് ഈ പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിലോ ഇത് പരമാത്മ ചൈതന്യത്തിന്റെ അംശം വരണം. അംശം ഇതുമായിട്ട് കണക്ട് ആവണം. അപ്പൊ ഈ ഈശ്വരന്റെ എന്നിൽ തന്നെ ഉണ്ട്. നമ്മളിലുള്ള ഈശ്വരനെ നമ്മൾ തിരിച്ചറിയുന്നില്ലല്ലോ. അതെന്തുകൊണ്ടാ? നമ്മുടെ തന്നെ വാസന കാരണം. ആ ഈശ്വര ചൈതന്യത്തിനെ മറയ്ക്കുന്നത് ഈ വാസനയാണ്. അപ്പൊ ഈ വാസനയെന്ന് വരുന്ന ചിന്തകൾ വിചാരിക്കുവാണ് ഈഗോ. ഞാനാണ്, എൻ്റെ ശരീരമാണ്, എൻ്റെ ബുദ്ധിയാണ്, ഇതിനൊക്കെ കാരണം എൻ്റെ ബുദ്ധിയാണ്, എൻ്റെ ഹാർഡ് വർക്കാണ്. ഈ ഒരു ഫാൾസ് ഇല്യൂഷനിലാണ് ഈ ഈഗോ നമ്മളെ കൊണ്ടുപോകുന്നത്. അതേസമയത്ത് നമ്മൾ ഈ സത്യങ്ങളെയൊക്കെ തിരിച്ചറിയുമ്പോഴോ നമുക്ക് ശരിക്കും മനസ്സിലാവുന്നു ഈ ഈഗോ ആണ് നമ്മളെ വഴിതെറ്റിച്ചുകൊണ്ട് പോകുന്നത്. എൻ്റെ ദുരിതത്തിന് കാരണം ഈ തെറ്റിദ്ധാരണയാണ്. നമ്മൾ ഇത് മനസ്സിലാക്കാതെ ഓരോ പ്രവൃത്തികൾ ചെയ്തു കൂട്ടുന്നു. എങ്ങനെയാ ചെയ്തു കൂട്ടുന്നേ? എൻ്റെ വാസനയില. എനിക്ക് ശരിയെന്ന് തോന്നുന്നു ഞാൻ ചെയ്തു കൂട്ടുക. അത് ധർമ്മമല്ല, അധർമ്മമാണ് ഞാൻ ചെയ്തു കൂട്ടുന്നേ. അധർമ്മം എന്ന് പറഞ്ഞാൽ ഒരാളെ കുത്തിക്കൊല്ലുന്നതോ ഒരാളെ 2 അടി അടിക്കുന്നതോ ചവിട്ടുന്നതോ ചീത്ത പറയുന്നതോ മാത്രമല്ല അധർമ്മം. ഞാൻ എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ജീവിതം എൻ്റെ ഇഷ്ടമനുസരിച്ച് ജീവിക്കാനുള്ള, വേറെ ആടെ ഇതിൽ ജീവിക്കാനുള്ള അല്ല. നമ്മുടെയൊക്കെ ചില കൺസെപ്റ്റാണ്. എനിക്ക് ഫ്രീഡം വേണം, എനിക്കിങ്ങനെയാണ്. ഓരോരുത്തർക്കും അവരവരുടേതായ ഫ്രെയിം വർക്കിലൂടെ പോകുന്നേ. ഓരോരുത്തരും അവരവരുടെ വാസന അനുസരിച്ച് പോവാ. എൻ്റെ ഒരു ശരിയുണ്ട്, അത് ശരിയാ, അത് ധർമ്മമല്ല. എനിക്ക് ശരിയാന്ന് തോന്നുന്നു, അതിന് പല ന്യായീകരണങ്ങളും ഉണ്ട്. ഈ കാരണം കൊണ്ട് ഇതാണ് ശരി, ഇതാണ്. അപ്പൊ എനിക്ക് അങ്ങനെ കർമ്മം ചെയ്യാൻ അറിയത്തുള്ളൂ. ധർമ്മം എന്തുവാന്ന് നമുക്ക് മനസ്സിലാക്കിയിട്ടില്ല. എന്താണ് ധർമ്മം? അപ്പൊ അതാ പറയുന്നത്, നമ്മളെ ഈ സദാചാരമായിട്ട് ഇവിടെ ജീവിച്ചിരുന്ന് മരിച്ചു പോകണം. അല്ലാതെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണെന്ന് പോലും നമ്മൾ തിരിച്ചറിയുന്നില്ല. അപ്പം ഈ 3 ഘടകങ്ങളുണ്ടെന്നറിയാം. ഈ ഘടകങ്ങളെ പ്രവർത്തിക്കാൻ കാരണം ഈ പരമാത്മ ചൈതന്യമാണ്. ഇത് നമുക്ക് ഇപ്പം മനസ്സിലായി. പക്ഷെ ഞാൻ എങ്ങനെ പ്രവർത്തിക്കണം? ഈ ഞാനെന്ന് പറഞ്ഞ ജീവാത്മാവ് ആരാ? ഈ എൻ്റെ വാസനയിലെ, ദാറ്റ് ഈസ് എൻ്റെ സഞ്ചിത വാസനയാണല്ലോ ഇപ്പം വായിക്കുന്നത്. ആ വാസനയിലെ ഈശ്വരന്റെ പ്രതിഫലനം ഉണ്ടാകുമ്പോഴാണ്, ദാറ്റ് ഈസ് പരമാത്മന്റെ പ്രതിഫലനം ഉണ്ടാകുമ്പോഴാണ് ഈ ജീവാത്മാവിന് അനുഭവങ്ങൾ. വാസന എന്ന് പറഞ്ഞാൽ ഇഷ്ടാനിഷ്ടങ്ങളാണ് എനിക്ക് അനുഭവിക്കേണ്ടത്. നല്ലതും ചീത്തയുമായുള്ള ആ കർമ്മഫലത്തിനെയാണ് വാസന. അപ്പൊ എനിക്ക് ഈ ജീവാത്മാവ് ഈ ജന്മം ഈ ശരീരം എടുത്തെന്തിനാ? ചില നല്ല അനുഭവങ്ങളും ചില ചീത്ത അനുഭവങ്ങളും അനുഭവിക്കാനാ. ഈ ജീവാത്മാവിന് ഈ അനുഭവം എങ്ങനെ ഒക്കും? 2 ഉപകരണങ്ങൾ വേണം. അതാണ് അന്ധകരണം, ഉള്ളിലുള്ള, കാണാൻ പറ്റാത്ത ഉപകരണം ഉള്ളിലുള്ളത്. എന്നുവെച്ചാൽ ശരീരത്തിന്റെ ഉള്ളിലല്ല. അതിൽ പറഞ്ഞേ ഇതിനെയൊന്നും ഈ ശരീരം തന്നെ നിലനിൽക്കുന്നത് ഈ ചിന്തകളിലാന്ന് ഞാനന്ന് പറഞ്ഞല്ലോ. ശരീരത്തിലാണോ മനസ്സിരിക്കുന്നേ, മനസ്സിലാണോ ശരീരം ഇരിക്കുന്നത് എന്നുള്ള ചോദ്യങ്ങളൊക്കെ നമ്മൾ ആദ്യം ചോദിച്ചായിരുന്നല്ലോ. ഈ കാണാൻ പറ്റാത്ത മനസ്സിലാണ് ഈ ശരീരം നിലനിൽക്കുന്നത്. ഈ മനസ്സെന്ന് പറയുന്നതോ
എൻ്റെ വാസനയിൽ നിന്ന് വന്നത്. ആ വാസന പ്രവർത്തിക്കാൻ കാരണം എന്താ? കാരണക്കാരനാരാ? ഈ ഈശ്വര ചൈതന്യം. ഈ ഈശ്വര ചൈതന്യം ഈ കാരണ ശരീരത്തിൽ പ്രതിഫലിക്കുമ്പോൾ ജീവാത്മാവ് പ്രകടമാവുന്നു. ഈ കാരണ ശരീരം എന്ന് പറഞ്ഞാൽ എന്തുവാ? എൻ്റെ കർമ്മഫലം. കർമ്മഫലത്തിൽ സുഖവും ദുഃഖവുമായിട്ടുള്ള അനുഭവങ്ങൾ ഈ ജീവാത്മാവ് അനുഭവിക്കണം. എങ്ങനെ അനുഭവിക്കും? ഈ സൂക്ഷ്മ ശരീരം കൊണ്ടും, എന്നുവെച്ചാൽ അന്ധകരണം കൊണ്ടും സ്ഥൂല ശരീരം കൊണ്ടും. രണ്ട് ഉപകരണങ്ങളാ ഈ ജീവാത്മാവിനെ അനുഭവിക്കാനുള്ള രണ്ട് ഉപകരണങ്ങളായതല്ല. നമുക്ക് ഓരോ ജോലി ചെയ്യുന്നതിനൊക്കെ ഓരോ ഉപകരണങ്ങൾ നമുക്ക് ആവശ്യമില്ലേ? എനിക്കൊരു ദോശ ഇടുന്നതിന് ദോശക്കല്ല് വേണം, ചട്ടുകം വേണം. ഇതില്ലാതെ എനിക്ക് ദോശ ഇടാൻ പറ്റൂ എന്ന് പറയുന്നത് പോലെ ഈ ജീവാത്മാവിന് നല്ലതും ചീത്തയായിട്ടുള്ള അനുഭവങ്ങൾ അനുഭവിക്കണമെന്നുണ്ടെങ്കിൽ ഈ മനസ്സും വേണം, ഈ ശരീരവും വേണം. അപ്പം നമ്മൾ പക്ഷേ എന്തുവരിക്കുന്നേ? ഞാൻ ശരീരമാണ്, ഞാൻ എൻ്റെ മനസ്സാണ്, അല്ലെങ്കിൽ എൻ്റെ ബുദ്ധിയാണെന്ന് നമുക്ക് ഇതിന് പുറകോട്ട് നമുക്ക് അറിയത്തില്ല. നമ്മുടെ സാധാരണ ബുദ്ധിയിൽ കോമൺ സെൻസിൽ കിട്ടുന്ന ഒരു അറിവല്ല ഇത്. അപ്പം ഇപ്പം ഈ ഞാനിങ്ങനെ ചെയ്തു കൂട്ടുന്നു. ഇപ്പം നമ്മൾ ഇതൊക്കെ പഠിക്കുമ്പോഴോ ഇതൊക്കെ നമുക്ക് തിരിച്ചറിയോ ഉണ്ടാവും നമുക്ക്. അപ്പം ഞാൻ എങ്ങനെ കർമ്മം ചെയ്യണം? ഇപ്പം എൻ്റെ വാസനയ്ക്കനുസരിച്ച് കർമ്മം ചെയ്യണോ? അങ്ങനെ പോയാൽ എൻ്റെ ജന്മങ്ങളെ കൂട്ടും ഞാൻ. പുതിയ പുതിയ കർമ്മഫലം ഞാനിങ്ങനെ ഒരു എൻ്റെ വാസനയുടെ ഒരു ഫലം ഒരു ഭാണ്ഡക്കെട്ടുമായിട്ട് വന്നിരിക്കുക. സുഖാനുഭവങ്ങളും ദുഃഖാനുഭവങ്ങളും അനുഭവിക്കാൻ ഇങ്ങനെ അനുഭവത്തിൻ്റെ ഒരു ഭാണ്ഡക്കെട്ടുമായിട്ട് വന്നിരിക്കുക. ഇതെല്ലാം അനുഭവിക്കാൻ ഇങ്ങനെ ഞാൻ ഈ ജന്മത്തിലും കർമ്മം ചെയ്ത് കർമ്മഫലം കൂട്ടിക്കൊണ്ടുപോകും. എൻ്റെ ഈ സഞ്ചിത കർമ്മം ഞാൻ കൂട്ടിക്കൊണ്ടിരിക്കുക. ഓരോ ജന്മങ്ങളിൽ കൂടെ ഓരോരോ പുതിയ പുതിയ വാസനകൾ ഉണ്ടാവുന്നു. ഇതിനെ ഞാൻ ഈ വാസനയും ഈ ഭാണ്ഡത്തിനെ ഞാൻ ഇറക്കി വെക്കുന്നത് എങ്ങനെ? ഈ ഭാണ്ഡം എങ്ങനെ ഉണ്ടായി? എൻ്റെ കർമ്മത്തിൽ കൂടെ ഉണ്ടായതാ കർമ്മഫലം. ഈ കർമ്മം തന്നെ, കർമ്മത്തിൽ കൂടെ മാത്രമേ ഇതിനെ ഉന്മൂലനം ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഞാൻ ഇപ്പൊ ചെയ്യുന്നത് ഈ കർമ്മത്തിനെ ഈ കർമ്മഫലത്തിനെ കൂട്ടുന്ന കർമ്മങ്ങളാ ചെയ്യുന്നത്. ഈ കർമ്മഫലത്തിനെ കുറയ്ക്കുന്ന കർമ്മങ്ങൾ ചെയ്യണം. അതെന്തോ ഈ കർമ്മഫലത്തിനെ കുറയ്ക്കുന്ന ഏത് കർമ്മത്തിൽ കൂടാ? അത് ധർമ്മത്തിന്റെ വഴിയിൽ, അതിനെ വിവേകത്തിന്റെ രൂപയിൽ. എന്നുവെച്ചാൽ അതാ ധർമ്മം. അത് വിവേകത്തിൽ ചെയ്യുന്നതാണ്. വിവേകത്തിൽ ചെയ്യുമ്പോഴോ എൻ്റെ ഇഷ്ടാനിഷ്ടത്തിലല്ല ഞാൻ ചെയ്യുന്നത്. അതിന് പ്രിയം എന്ന് പറയും. പ്രിയവും ഹിതവും. നമുക്ക് പ്രിയപ്പെട്ടതാ ചെയ്യുന്നത്, എനിക്ക് ഇഷ്ടമുള്ളതാ ചെയ്യുന്നത്. അങ്ങനല്ല വേണ്ടത്. ഹിതം. എനിക്ക് ഈ ജീവാത്മാവിന്റെ ജീവിത ലക്ഷ്യത്തിന് ഹിതമായിട്ടുള്ള കർമ്മങ്ങളാണ് ചെയ്യേണ്ടത്. അത് പ്രിയവും ഹിതവും രണ്ടും രണ്ടാ. സോ പ്രിയമായിട്ടുള്ളത് എൻ്റെ കർമ്മവും, ഹിതമായിട്ടുള്ളത് ധർമ്മവുമാണ്. ഹിതം എന്ന് വെച്ചാല് വിവേകത്തിൽ. ഞാൻ പറഞ്ഞല്ലോ, ഈ വിവേകം എന്ന് പറഞ്ഞ് ഇന്നലെ നമ്മൾ പറഞ്ഞായിരുന്നു. വിവേകം എന്ന് പറഞ്ഞത് നമുക്ക് എങ്ങനെ ഐഡന്റിഫൈ ചെയ്യും? ഈ വിവേകത്തിന് എൻ്റെ ബുദ്ധി അല്ല വിവേകം. നമുക്ക് ഈ ബുദ്ധി വിവേകം നമുക്കിതൊക്കെ അറിയാണെങ്കിൽ നമ്മൾ അതിന്റെ ഡിഫറൻസ് നമ്മൾ മനസ്സിലാക്കുന്നില്ല. ഈ ബുദ്ധി എന്ന് പറഞ്ഞാൽ എൻ്റെ വാസനയിൽ അധിഷ്ഠിതമാണ് ഈ ബുദ്ധി. ഈ വാസനയുള്ള ബുദ്ധിയെ എൻ്റെ ഈശ്വര ചൈതന്യമായിട്ട് ഘടിപ്പിച്ച് സമർപ്പണം ചെയ്ത് വേണം നമ്മൾ കർമ്മങ്ങൾ ചെയ്യാൻ. എന്നാൽ ഈ ഈശ്വരൻ എന്നുള്ള ഡയറക്ഷൻ എങ്ങനെ കിട്ടും? അതിന് പറഞ്ഞില്ല, നമ്മൾ ഈ എമോഷൻസിനെ നമ്മൾ നള്ളിഫൈ ചെയ്താൽ, മിനിമൈസ് ചെയ്താൽ എനിക്ക് ഡയറക്ഷൻ, വിവേകത്തിൽ നിന്ന് ഡയറക്ഷൻ കിട്ടും. ആ വിവേകമായിട്ട് ബുദ്ധി അലൈനായി കർമ്മങ്ങൾ ചെയ്യണം. ആ വിവേകം എന്ന് പറഞ്ഞാൽ വാല്യൂ ബേസ്ഡാണ്, മൂല്യാധിഷ്ഠിതം. അത് ആ ധർമ്മത്തിന് നമ്മളിത് പഠിക്കും. ധർമ്മത്തിന്റെ എന്തൊക്കെയാണ് വാല്യൂസ് എന്നുള്ളത് 36 കാര്യങ്ങൾ പറയുന്നുണ്ട് ഈ ഭഗവത്ഗീതയിൽ. നമ്മൾ ഇതിനനുസരിച്ച് ഞാൻ എന്നെ ട്രാൻസ്ഫോം ചെയ്യണം. എന്തിനു ട്രാൻസ്ഫോം ചെയ്യണം? എൻ്റെ സ്വസ്ഥതയ്ക്ക്, എൻ്റെ മനസ്സിനെ അവസാനം ഈശ്വരൻ ലയിപ്പിക്കണം. എനിക്കിങ്ങനെ ജന്മങ്ങൾ കൂട്ടിയാൽ എൻ്റെ ദുരിതാവസ്ഥ കൂട്ടുക. ഈ ദുരിതത്തിൽ നിന്ന് എനിക്ക് കരകയറണമെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ കർമ്മങ്ങളെ ശരി രീതിയിൽ ചെയ്യരുത്. ശരി മീൻസ് എൻ്റെ വാസനയുടെ രീതിയിൽ ചെയ്യരുത്, ധർമ്മത്തിന്റെ വഴി ചെയ്യണം. അത് ഗീത നമ്മളെ മമധർമ്മം, എൻ്റെ ധർമ്മം എന്താ, എൻ്റെ ശരി എന്താന്നല്ല പഠിപ്പിക്കുന്നത്, എൻ്റെ മമധർമ്മം. അപ്പൊ ഈ ശരിയെയും ധർമ്മത്തിനെയും നമ്മളൊന്ന് അനലൈസ് ചെയ്യും. ഈ ശരി എന്ന് പറയുന്നത് എൻ്റെ വാസനയിൽ നിന്ന് വരുന്നതാണ്. ധർമ്മം എന്ന് പറഞ്ഞ് ഈ നമ്മളിലുള്ള പരമാത്മ ചൈതന്യം ഈശ്വരനിൽ നിന്ന് വരുന്നതാ. അതാണ് നമ്മൾ കൃഷ്ണനാണ് നമ്മളെ ഒരു ഈ ഗീതോപദേശത്തിന്റെ പിക്ചറുണ്ടല്ലോ, ഈ രഥത്തിലിരിക്കുന്ന കൃഷ്ണനും അർജുനനും. അതാണല്ലോ ഗീതോപദേശത്തിന്റെ ഒരു പിക്ചറൈസേഷൻ. അർജുനൻ തളർന്നിരിക്കുന്നു, കൃഷ്ണൻ ഉണ്ട് രഥത്തില്, കൃഷ്ണന്റെയില് ആ കുതിരകളുടെ കടിഞ്ഞാണിരിക്കുന്നു. ഇത് നമ്മുടെ ജീവിതത്തിന്റെ ഒരു അവിടെ പിക്ചറൈസേഷനാണ്. അത് എല്ലാവർക്കും അറിയാം, മിക്കവർക്കും അറിയാം. 5 കുതിരകളാണ് കിട്ടിയിരിക്കുന്നത്. 5 കുതിരകൾ എന്ന് പറഞ്ഞാൽ 5 ഇന്ദ്രിയങ്ങളാണ്.
ആ ഇന്ദ്രിയങ്ങളെ ഇന്ദ്രിയങ്ങളിട്ട് വന്ന കടിഞ്ഞാണ്, കുതിരകളുമായിട്ട് ബന്ധിപ്പിച്ചില്ലെങ്കിൽ കടിഞ്ഞാണ് എന്താ മനസ്സാ. ആ മനസ്സിരിക്കേണ്ടത് വിവേകത്തിലാ, കൃഷ്ണനിലാണ് ഇരിക്കേണ്ടത്. അർജുനൻ ജീവാത്മാവ. ആ അർജുനനല്ല ആ കടിഞ്ഞാൻ പിടിച്ചേക്കുന്നത്, കൃഷ്ണനാ. അപ്പം ജീ അർജുനൻ എന്ന് പറഞ്ഞ ജീവാത്മാവാ. ആ അർജുനന്റെ സ്ഥാനമാണ് നമുക്ക്. നമ്മുടെ രഥം ഈ അർജുനനായിരിക്കണം, കൃഷ്ണനായിരിക്കണം നമ്മളെ നയിക്കേണ്ടത്. അന്ന് അറിയാമല്ലോ നിങ്ങൾ, മഹാഭാരത യുദ്ധത്തിലെ യുദ്ധം നടക്കുന്നതിന് മുമ്പ് ഈ കവ ദുര്യോധനനും അർജുനനും കൃഷ്ണനെ അപ്രോച്ച് ചെയ്യും, യുദ്ധത്തിന്റെ അവരവരുടെ സൈഡിൽ വരണം എന്ന് പറഞ്ഞുകൊണ്ട്. രണ്ടുപേരും ഒരുമിച്ച് വരുമ്പോൾ ആദ്യം കണ്ടത് അർജുനെ. അന്നേരം പറയും, ദുര്യോധനൻ പറയും ഞാനാണ് ആദ്യം വന്നത്, പക്ഷെ ആദ്യം കണ്ടത് കൃഷ്ണൻ. അപ്പം ഇങ്ങനെ ഒരു കൺഫ്യൂഷൻ വരുമ്പോൾ കൃഷ്ണൻ പറയും, നിങ്ങൾ തീരുമാനിച്ചോളൂ, ഞാൻ ഒരു സൈഡ്, ഞാൻ ഒരാൾക്കും എൻ്റെ സൈന്യം മൊത്തം വേറൊരാൾക്കും തരാം, നിങ്ങൾ ഡിസൈഡ് ചെയ്യാൻ പറയും. ഞാൻ ആയുധം എടുക്കാത്ത ഞാൻ ഒരു ഭാഗത്തും എൻ്റെ സൈന്യങ്ങളെല്ലാം വിട്ടുതരാം, അത് നിങ്ങൾ ഏതിനെ ആർക്ക് വേണമെന്ന് ഡിസൈഡ് ചെയ്യാൻ. അപ്പം ദുര്യോധനൻ സെലക്ട് ചെയ്യുന്ന ആരെയാ? ഈ ആയുധം എടുക്കാത്ത കൃഷ്ണനെ കിട്ടിയിട്ട് എന്താ ഫലം? എനിക്ക് സൈന്യങ്ങൾ മതി എന്ന് പറയും. അപ്പം അർജുൻ എനിക്ക് കൃഷ്ണൻ മതി, ആയുധം എടുക്കാത്ത കൃഷ്ണനെ മതി എന്ന് പറയും. അപ്പം ഇതാണ് നമ്മൾ എപ്പോഴും മൈറ്റിൽ മീൻസ് എൻ്റെ ശക്തി, എൻ്റെ വസ്തുക്കളെ, ഇതിലാണ് നമ്മുടെ കണ്ണിരിക്കുന്നത്, നമ്മുടെ ചിന്തകളെല്ലാം അതിലാണ്. ഇതുണ്ടെങ്കിൽ എനിക്ക് വിജയം വരും എന്നുള്ളൊരു തോന്നലാണ്. നമ്മുടെ കൂടെ നമുക്ക് വിവേകത്തിൽ പോയാൽ ഇതെല്ലാം നഷ്ടപ്പെട്ടാലും എൻ്റെ കൂടെ ഈശ്വരനുണ്ടെന്നുള്ള ഒരു ഉറപ്പുണ്ടെങ്കിൽ നമുക്ക് ഏത് പ്രതിസന്ധിയെ നേരിടാം. അപ്പം നമ്മളെല്ലാം അർജുനന്മാരാ. നമ്മൾ നമ്മുടെ ഉള്ളിൽ കൃഷ്ണനുണ്ട്. എങ്ങനെ ഇരിക്കുന്നു കൃഷ്ണൻ നമ്മുടെ ഉള്ളിലെ? വിവേക രൂപത്തിലിരിക്കുന്നു. ഈ ഈശ്വരൻ നമ്മുടെ ഉള്ളിൽ വിവേക രൂപത്തിലിരിക്കുന്നു. നമ്മളെല്ലാം ജീവാത്മാക്കളാ. എന്നിൽ കൃഷ്ണനുണ്ട്, നമ്മളത് ഐഡന്റിഫൈ ചെയ്യുന്നില്ല, തിരിച്ചറിയുന്നില്ല. കാരണം എന്താ? എന്തുകൊണ്ട് നമ്മൾ തിരിച്ചറിയാതെ? എൻ്റെ വാസനകൾ അതിനെ മറയ്ക്കുന്നു. എൻ്റെ വാസന മറ. ചിലരുടെ ഭയങ്കര തിക്കായിട്ടുള്ളതായിരിക്കും. ആ കണ്ടിട്ടില്ലയോ? ചിലരൊക്കെ അവരുടെ ചിലരെ ഇതിൽ നിന്ന് അവർ മാറത്തില്ല. ചിലത് കുറച്ച് ഫ്ലെക്സിബിൾ ആയിരിക്കും. അപ്പോൾ ഈ സ്വഭാവത്തിൽ തന്നെ വേരിയേഷൻ ഉള്ളവരുണ്ട്. അന്നേരം ഈ ഒരുമാതിരി ആ അത്രത്തോളം വാസന പ്രബലമല്ലാത്തത് കൊണ്ടാണ് നമ്മൾ ഈ ഗീതയിലോട്ട് തിരിയാൻ കാരണം. എത്രയോ പേരുടെയൊക്കെ നമ്മൾ പറഞ്ഞാലും അവരിതിനെ വളരെ പുച്ഛിച്ച് തള്ളുന്നുണ്ട്. ഇതെന്തോ ആ രീതിയിൽ. കാരണം എന്താ? അവരുടെ വാസനാമര അത്രയ്ക്ക് അവർ ഉറച്ച കട്ടിയായിട്ടുള്ളതാ. ഇതിനെ അവർ ഒന്ന് കേൾക്കാൻ പോലും അവർക്ക് സന്മനസ്സില്ല. എന്തൊക്കെയോ ഒരു കാരണങ്ങളുണ്ട്. ഏതോ കഴിഞ്ഞ ജന്മത്തിൽ നിന്നുണ്ടായ ചില ഗുണങ്ങളുണ്ട്. നമ്മൾ ഇതൊക്കെ ഇപ്പം ഗീത പഠിക്കാനുള്ളൊരു താല്പര്യം പ്രകടിപ്പിക്കുന്നു. അത് നമ്മുടെ വാസനയ്ക്ക് അത്രത്തോളം. അപ്പം നമ്മൾ ഹാർഡ് വർക്ക് ചെയ്താൽ, പ്രയത്നം ചെയ്താൽ നമ്മുടെ മനസ്സിനെ നമുക്ക് ഉയർത്താം. എങ്ങോട്ട് ഉയർത്താം? ഈശ്വരനിലോട്ട് അടുപ്പിക്കാം. നമ്മളിപ്പോൾ എല്ലാവരും ഈശ്വര വിശ്വാസികളാണ്. പക്ഷെ നമ്മളിപ്പം ഈശ്വരനിൽ നിന്ന് അകന്നു പോവുക. ഈശ്വരനോട് പ്രാർത്ഥിച്ച് നമ്മൾ വിചാരിക്കും നമ്മൾ ഈശ്വരനോട് അടുക്കുവാണെന്ന് വിചാരിക്കുക. ഇങ്ങനെ ഭക്തിയിലൊക്കെ ഉള്ള ഓരോരുത്തര് ഭയങ്കര ഭക്തിയായിരിക്കും ഈശ്വരനോട്. എന്തുവാ അത്? അന്യഭക്തി. ഈശ്വരൻ വേറെ എവിടെ ഇരിക്കുകയാണ്, ആ ഈശ്വരനോട്ടൊന്ന് പറയും. എന്തെങ്കിലും കഠിനമായ ഈ അനുഭവങ്ങൾ വരുമ്പോൾ പിന്നെ ആ ഈശ്വരനോട് വെറുപ്പ് വരും. ഇത്രയും ഞാൻ ഭക്തിയിലിരിക്കുന്ന എനിക്കിത് സംഭവിച്ചല്ലോ, പിന്നെന്തോന്ന് ഈശ്വരൻ? ഈ രീതിയിൽ നമ്മൾ ഈശ്വരനെ വെറുക്കാൻ തുടങ്ങും. അപ്പം അതെന്തുകൊണ്ടാ? വെളിയിലല്ല ഈശ്വരൻ, നമ്മുടെ ഉള്ളിലുള്ള ഈശ്വരനെ തിരിച്ചറിയുന്നില്ല. ഈ ഈശ്വരന്റെ ഈ സത്യങ്ങളെ തിരിച്ചറിഞ്ഞാൽ എനിക്ക് ഈ ഈശ്വരനെ തിരിച്ചറിഞ്ഞ് ആ ഈശ്വരനിലോട്ട് ഞാൻ എൻ്റെ മനസ്സിനെ അടുപ്പിക്കാൻ ശ്രമിക്കണം. എങ്ങനെ അടുപ്പിക്കാൻ ശ്രമിക്കും? ഞാൻ എൻ്റെ വാസന എൻ്റെ ഇമ്പ്യൂരിറ്റി ആണെന്നറിയണം. എത്ര നല്ല വാസനയായാലും, എത്ര നല്ല എൻ്റെ ഇഷ്ടങ്ങളായാലും അത് അഴുക്കാണ്. അപ്പം ഞാൻ എൻ്റെ വാസനയിൽ നിന്ന് മാറി, ഞാൻ ഈ വിവേകം ഈ വാസനയിൽ നിന്ന് മാറുമെന്ന് വെച്ചാൽ എന്തുവാ? എൻ്റെ എമോഷൻസിനെ അങ്ങോട്ട് തൂക്കി വിടാതെ, ആ എമോഷൻസ് ദേഷ്യം വരുമ്പോഴോ വിഷമം വരുമ്പോഴോ അസൂയ വരുമ്പോഴോ ഒക്കെ ഞാൻ എന്നെ തിരിച്ചറിയണം. എനിക്കിപ്പോൾ ഈ ഒരു വികാരമാണ്, ഈ വികാരം എന്നെ നാശത്തിലോട്ടേ കൊണ്ടുപോകത്തുള്ളൂ. ഇപ്പം നമ്മൾ അതിനെക്കുറിച്ച് തിരിച്ചറിയുമ്പോൾ, ഞാൻ ഈ വികാരത്തിലാണ് എൻ്റെ മനസ്സിപ്പോഴും തിരിച്ചറിയുമ്പോൾ തന്നെ നമ്മുടെ ആ വികാരം പതുക്കെ കെട്ടടങ്ങാത്ത ഒരാൾക്ക് അതിനെ തിരിച്ചറിയാനും പറ്റത്തില്ല. ആ വികാരത്തള്ളിച്ചയിലിരിക്കുന്ന ഒരാൾക്ക് ഞാൻ ദേഷ്യത്തിലാണെന്നോ ഞാൻ വിഷമത്തിലാണെന്നോ തിരിച്ചറിവുണ്ടാവത്തില്ല. അവരാ വികാരത്തിൽ കുടുങ്ങി പലതും ചെയ്തു കൂട്ടും. അതേസമയത്ത് നമ്മുടെ
മൈൻഡിന്റെ സ്റ്റേറ്റ് ഓഫ് മൈൻഡ്, എൻ്റെ മൈൻഡിന്റെ അവസ്ഥയെ തിരിച്ചറിഞ്ഞാൽ നമ്മുടെ ആ വികാരങ്ങൾ പതുക്കെ കെട്ടടങ്ങും. അപ്പോൾ നമുക്ക് കറക്റ്റ് ഡയറക്ഷൻ കിട്ടും. അപ്പോൾ നമുക്ക് അപ്പോൾ അങ്ങനെ അങ്ങനെയുള്ള കർമ്മങ്ങളെ പറയുന്ന ധർമ്മം. അതിനൊരു എക്സാമ്പിൾ ഞാൻ നേരത്തെ പറഞ്ഞു. ഈ ധർമ്മത്തിനെയും തിരിച്ചറിയാൻ, ധർമ്മം എന്താണെന്ന് നമുക്ക് ശരിക്കും വ്യക്തമാണ്. ഞാൻ എൻ്റെ എന്നുള്ള ചിന്തയില്ലാത്ത, എനിക്ക് ഇത് വേണം, ഞാനാണ് ചെയ്യുന്നത്, ഈ കർമ്മത്തിന്റെ ഫലം എനിക്ക് അനുഭവിക്കണം. അതിന് ശാസ്ത്രത്തിൽ പറയുന്നത് കർത്തൃത്വ ഭോക്തൃത്വ ഭാവം എന്ന് പറയും. അഹന്ത മമത, ഞാൻ എന്നുള്ള ഭാവം കർത്തൃത്വം, ഞാൻ ചെയ്യുന്നു ഈ കർമ്മം, ഈ കർമ്മത്തിന്റെ ഫലം എനിക്ക് അനുഭവിക്കണം, അത് ഭോക്തൃത്വം, എനിക്ക് അനുഭവിക്കണം. ഇത് രണ്ടും ഇല്ലാതെ കർമ്മം ചെയ്യണം. മനുഷ്യന് മാത്രമേ ഇതിനുള്ള കഴിവുണ്ട്, നമ്മൾ അറിയുന്നില്ലെന്നേ ഉള്ളൂ. നമുക്ക് പലർക്കും ഇത് ചെയ്യാൻ ഇതിനെ ഈ തിരിച്ചറിവിലോട്ട് വന്നാൽ നമുക്ക് ചെയ്യാൻ പറ്റും. എത്രയോ പേരുടെ അനുഭവങ്ങളാണ് ഇതൊക്കെ. ഈ അറിവ് നേരത്തെ ഇല്ല, അറിവുണ്ട്, തിരിച്ചറിയുന്നവർക്ക്, തിരിച്ചറിയാത്തവർക്ക് ഒക്കത്തുമില്ല. നമുക്കിപ്പോൾ തിരിച്ചറിവുണ്ട്, നമ്മൾ അങ്ങനെ പരിശീലിക്കണം. അപ്പൊ ഈ പരിശീലനം എന്താണ് ധർമ്മം എന്നുള്ളത് എനിക്ക് വ്യക്തത വരണം. അഹന്ത മമതയില്ലാത്ത ഏത് കർമ്മവും ധർമ്മമാണ്. ഞാനെന്ന ഭാവവും എനിക്ക് വേണം എന്നുള്ള ചിന്ത, ഇതാണ് നമ്മളെ സ്വാർത്ഥതയിലോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നത്. നിസ്വാർത്ഥമാണ് വിവേകം. നിസ്വാർത്ഥം എന്തുവാ? എനിക്കും എല്ലാവർക്കും ഒരേപോലെ, എനിക്ക് മാത്രം എന്നുള്ള ചിന്തയാണ് സ്വാർത്ഥത. ഇതിനെ ഡൈല്യൂട്ട് ചെയ്യാൻ ശ്രമിക്കണം. ആ ഡൈല്യൂട്ട് ചെയ്യുമ്പോൾ ഡൈല്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് തന്നെ അത് ഉപകാരപ്പെടും. അതിനൊരു എക്സാമ്പിൾ ഉണ്ട്. ഈ വിഷം തീണ്ടുമ്പോൾ, പാമ്പ് കടിച്ച് വിഷം തീയുമ്പോൾ കൊടുക്കുന്ന മരുന്ന് എന്തുവാ? ആന്റിവെനമാ, ഡൈല്യൂട്ടഡ് പോയിസണാണ് കൊടുക്കുന്നത്. എന്ന് പറയുന്നത് ഈ പോയിസൺ എന്ന് പറയുന്നത് നമ്മുടെ സ്വാർത്ഥതയാണ്. അതിനെ ഡൈല്യൂട്ട് ചെയ്യാൻ പഠിക്കണം. എന്നുവെച്ചാൽ നമ്മൾ ഞാനെന്നുള്ള സ്വാർത്ഥ ചിന്തയിലോട്ട് മറ്റുള്ളവരെ കൂടെ ഇൻക്ലൂഡ് ചെയ്യാൻ പഠിക്കണം. പതുക്കെ കഴിയുമ്പോൾ അത് നിസ്വാർത്ഥമായിട്ട് മാറും. എനിക്കും കിട്ടണം, എനിക്ക് കിട്ടുന്ന പോലെ മറ്റവർക്കും കിട്ടണം. സ്വാർത്ഥം എന്തുവാ? എനിക്ക് മാത്രം കിട്ടണം, മറ്റവർക്ക് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, എനിക്ക് കിട്ടണം. ഇതാണ് സ്വാർത്ഥത. അപ്പം ഈ കർമ്മങ്ങളെ, അഹന്ത മമത ഇല്ലാത്ത എല്ലാ കർമ്മങ്ങളും ധർമ്മമാണ്. അഹന്ത മമത ഇല്ലാത്ത എല്ലാ കർമ്മങ്ങളും ധർമ്മമാണ്. അതിനൊരു നമ്പ്യാതിരി സാർ ഇവിടെ സപ്താഹം നടത്തുന്ന നമ്പ്യാതിരി 90 വയസ്സിലാണ് അദ്ദേഹം മരിച്ചത്. ഇവിടെ നിന്ന് ക്ലാസ് എടുക്കുന്നുണ്ടായിരുന്നു. പുള്ളി പറഞ്ഞ ഒരു എക്സാമ്പിളാണ്. വീട്ടിലെ ഒരു ജോലിക്കാരൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. പെട്ടെന്ന് എന്തെങ്കിലും സംഭവിച്ചു, തെങ്ങേന്ന് വീഴുന്നോ അല്ലെങ്കിൽ ഒരു പാമ്പ് കടിക്കുന്നോ എന്തെങ്കിലും, പെട്ടെന്ന് നമ്മുടെ വീട്ടിൽ ജോലിക്കുന്നതാണ്, നമ്മൾ പെട്ടെന്ന് അവരെ എടുത്തുകൊണ്ട് ഇങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. ഹോസ്പിറ്റലിൽ കൊണ്ട് എവിടെയെങ്കിലും വീണു അല്ലെങ്കിൽ ഇതായി പ്രശ്നമായി, നമ്മൾ പെട്ടെന്ന് എടുത്തുകൊണ്ട് പോയി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നു. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഡോക്ടർ തിയേറ്ററിലോട്ട് എടുത്തുകൊണ്ട് പോകുന്നു. എന്നിട്ട് വെളിയിൽ നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കുക. അപ്പം നോക്കുമ്പോൾ ഞാൻ ഈ വീട്ടിൽ നിന്ന വേഷത്തിലാണല്ലോ ഞാൻ വന്ന് ഇങ്ങനെ യൂഷ്വലായിട്ട് നമ്മളങ്ങനെ പോകാറില്ല. അപ്പം നമ്മൾ തിരിച്ചെന്ന് ഞാൻ ഈ വേഷത്തിലാണല്ലോ വന്നേ. അപ്പം ആ കർമ്മം ചെയ്ത സമയത്തോ ഇങ്ങനൊരു അത്യാഹിതം സംഭവിച്ചപ്പോൾ പെട്ടെന്ന് ഞാൻ ഇളയെ എടുത്തുകൊണ്ട് ഞാൻ ഹോസ്പിറ്റലിൽ പോകുന്ന സമയത്ത് ഞാൻ എന്നെക്കുറിച്ച് ചിന്തിച്ചില്ല. അപ്പം അതാ ഞാൻ ഒരു കർമ്മം ചെയ്യുമ്പോൾ ഞാനെന്ന ഫാക്ടർ ഇല്ലാതെ, അവിടെ ഞാനെന്ന ഒരു ഘടകമില്ല. അവിടെ ഞാൻ ആ കർമ്മം ചെയ്തു, പക്ഷെ ഈ തിരിച്ചറിവാ പറയുന്നത്. അവിടെ ഹോസ്പിറ്റലിൽ ചെന്ന് പറയുമ്പോൾ അയ്യോ, അപ്പോഴാണ് ഞാൻ എന്നെക്കുറിച്ച് ഞാനിങ്ങനെ അല്ലെങ്കിൽ ഒരു കയ്യിൽ കൊടുത്തോണ്ട് വന്നല്ലോ, തോർത്തെടുത്തോണ്ടാന്നല്ലോ, അങ്ങനെ വന്നല്ലോ അവന്. അപ്പം നമുക്ക് അപ്പം കോൺഷ്യസ് ആവുക ഞാൻ അപ്പോഴാണ് ആ കർമ്മം ചെയ്തത് ആ ഞാനെന്ന ഭാവം ഇല്ലാതെ ചെയ്തു. ഇതിനൊരു എക്സാമ്പിൾ, ഒരു കഥ വേണ്ട, നമുക്കൊന്നുകൂടെ പറയാം. കേട്ടവർക്കാണെങ്കിൽ അറിയാം. പണ്ടത്തെ രീതിയിലുള്ളൊരു കഥയാണ്. പണ്ടത്തെ കാലത്ത് ഇങ്ങനെ നടന്നാണല്ലോ പോകുന്നേ. ഓരോരുത്തരും നടന്നാണ്, ഒത്തിരിയും യാത്രകൾ ചെയ്തിട്ട് വേണം വേറെ ദേശത്തിലെത്താൻ. അങ്ങനെ ഒരാൾ സന്ധ്യ ആയപ്പോഴത്തേക്ക് ഒരു കാട്ടിലെത്തി. ആ കാടും താണ്ടി വേണം പിന്നെ പോകാൻ. അയാളെ കാട്ടിലെത്തി കഴിയുമ്പോൾ രാത്രി ആയതുകൊണ്ട് കാട്ടിൽ കൂടെ നടക്കാൻ പറ്റത്തില്ലല്ലോ, വെളിച്ചമില്ലാത്തതുകൊണ്ട് ഒരു ആലിൻ്റെ ചവിട്ടിൽ പോയിരിക്കും. അവിടെ പോയിരുന്ന് രാത്രി അവിടെ കിടന്ന് ഉറങ്ങാം, രാവിലെ എഴുന്നേറ്റ് പോകാൻ പറഞ്ഞിട്ട് അവിടെ ഇരിക്കും. ഇതേപോലെ വേറൊരാളും വന്ന് ചേരുവോടെ, വേറെ വഴിക്ക് പോകേണ്ടതാണ്. അയാൾ ഒരു രാത്രിയായപ്പോൾ സന്ധ്യയായപ്പോൾ അവിടെ വന്നു. ഇനിയിപ്പോൾ രാവിലെ യാത്ര ആരംഭിക്കാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞ് അവിടെ കിടക്കും. അവരന്നേരം കുറെ കഴിഞ്ഞപ്പോഴും വേറൊരാളും വന്നെത്തി ഇതേപോലെ.
ഇപ്പം 3 പേരും അവിടെ ആയി. ഇപ്പം രാവിലെ പോകാൻ പറ്റത്തുള്ളൂ. രാത്രിയായപ്പോൾ അവർക്ക് വിശക്കുന്നു. പിന്നെ അന്നത്തെ കാലത്ത് ഇങ്ങനെ പോകുന്ന സമയം എല്ലാം പൊതിക്കെട്ടുമായിട്ടാണ് പോകുന്നത്. ആഹാരവുമായിട്ടെല്ലാം അന്ന് കടകളൊന്നും ഇല്ലല്ലോ. അന്നേരം ആഹാരം കൊണ്ടുവന്നിട്ടുണ്ട് ഓരോരുത്തരും. ആദ്യത്തെ 2 പേരും ആഹാരം കൊണ്ടുവന്നിട്ട്, മൂന്നാമത്തെ ആള് ആഹാരം ഒന്നും കൊണ്ടുവന്നിട്ടില്ല. സന്ധ്യയ്ക്ക് മുമ്പേ അപ്പുറത്ത് പോകാമെന്ന് വിചാരിച്ച് വന്നതാ, പക്ഷെ എത്തിയില്ല. കാട്ടിലായിപ്പോയി. അപ്പം സാരമില്ല, നമുക്ക് ഷെയർ ചെയ്ത് കഴിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അവർ 3 പേരും പൊതിയെടുക്കുകയാണ്. 2 പേര്, ഒരാൾ കൊണ്ടുവന്നിട്ടില്ലല്ലോ. അപ്പോൾ ആദ്യത്തെ ആൾ വന്നപ്പോൾ ഇടയിൽ പൊതി തുറന്നപ്പോൾ ഇടയിൽ 3 ചപ്പാത്തിയുണ്ട്. 3 ചപ്പാത്തി. രണ്ടാമത്തെ പൊതിയിൽ 5 ചപ്പാത്തിയുണ്ട്. മൂന്നാമത്തെ അയാളൊന്നും കൊണ്ടുവന്നിട്ടില്ലല്ലോ. അപ്പം നമ്മൾ പറയും നമുക്കിത് പങ്കിട്ട് ഈ രണ്ടുകൊണ്ട് പങ്കിട്ടെടുക്കാം. മൊത്തം 8 ചപ്പാത്തിയുണ്ട്. 3 ആൾക്കാരുമുണ്ട്. എങ്ങനെ പങ്കിട്ടെടുക്കും? 9 ഉണ്ടായിരുന്നെങ്കിൽ 3 വെച്ചെടുക്കായിരുന്നു. അപ്പോൾ അതിലൊരാൾ പറയും നമുക്കൊരു കാര്യം ചെയ്യാം, ഓരോ ചപ്പാത്തിയും 5-5ആയിട്ട് മുറിക്കാം. അല്ലല്ല, 3-3ആയിട്ട് മുറിക്കാം. ഓരോ ചപ്പാത്തിയും 3-3ആയിട്ട് മുറിക്കാം. 1/3 1/3 1/3. അങ്ങനെ അപ്പോൾ 3 ചപ്പാത്തിയുള്ള ഓരോ ചപ്പാത്തി 3ആയിട്ട് മുറിക്കുമ്പോഴോ 9 പീസ് കിട്ടും. 5 പീസുള്ള 5 ചപ്പാത്തി കൊണ്ടുവന്ന ആള് ഓരോ ചപ്പാത്തിയും 3ആയിട്ട് മുറിക്കുമ്പോഴോ 15 പീസ് കിട്ടും. സോ 9-5 24 24 പീസായി. അപ്പം ഓരോരുത്തരും 8 പീസ് എടുക്കാം. അപ്പം തുല്യമായിട്ട് എല്ലാവർക്കും കഴിക്കാം. അങ്ങനെ എല്ലാവരും 8 പീസ് ചപ്പാത്തി കഴിച്ചു, കിടന്നുറങ്ങി. രാവിലെ അന്നേരം ഈ ആഹാരം കൊണ്ടുവരാത്ത അയാൾ നേരത്തെ എഴുന്നേറ്റ് അങ്ങേർക്ക് നേരം പരപരാന്ന് വിളിത്ത് മറ്റൊരു ഉറങ്ങുക, ഡിസ്റ്റർബ് ചെയ്യണ്ട, പോവാം. അപ്പോൾ ഇവരെനിക്ക് ആഹാരം നൽകി. ഇങ്ങേര് പണക്കാരനായിരുന്നു. അങ്ങേര് ഒരു കുറേ സ്വർണ്ണ നാണയങ്ങൾ ഒരു സഞ്ചിക്കകത്ത് കെട്ടി, നിങ്ങൾ രണ്ടുപേരും പങ്കിട്ടെടുക്കാന്ന് പറഞ്ഞുകൊണ്ട് വെച്ചിട്ട് പോയി. ഒരു കുറിപ്പടി എഴുതി വെച്ചിട്ട് പോയി. ആഹാരം തന്നതിന് വളരെ നന്ദി, നിങ്ങൾ ഇത് 2 പേരും ചേർന്ന് പങ്കിട്ടെടുക്കുക എന്ന് പറഞ്ഞുകൊണ്ട് എഴുതി വെച്ചിട്ട് പോയി. 2 പേര് കുറേയൊക്കെ, മറ്റേ 2 പേരും ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇയാൾ പോയത്. തിരിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ എഴുന്നേറ്റ് നോക്കുമ്പോൾ മൂന്നാമത്തെ ആൾ വന്നേ കാണുന്നില്ല. നോക്കുമ്പോൾ ഒരു കിഴിയും ഒരു കുറിപ്പടിയും ഉണ്ട്. നിങ്ങൾ ഈ പണം നിങ്ങൾ പങ്കിട്ടെടുക്കുക എന്ന് എഴുതി വെച്ചു. ആ കിഴി തുറന്ന് നോക്കിയപ്പോൾ അതിനകത്തിൽ 8 സ്വർണ്ണ നാണയമുണ്ട്. അപ്പം അവർ പറഞ്ഞു, കണ്ടോ അയാൾ നല്ല ഇങ്ങനെ ചെയ്തിട്ട് പോയല്ലോ, നേരത്തെ പോയെങ്കിൽ നമ്മൾ അത് ഓർമ്മയുണ്ടല്ലോ, പണം തന്നിട്ട്. അന്നേരം ശരി, നമുക്ക് പങ്കിട്ടെടുക്കാം, 4 എടുക്കാം. അപ്പം ആദ്യം പറഞ്ഞു 2 പേരും നമുക്ക് പങ്കിട്ടെടുക്കാം, 4 എടുക്കാമെന്ന് പറഞ്ഞു. എടുത്ത് അങ്ങനെ പറഞ്ഞിട്ട് ഈ 5 ചപ്പാത്തി കൊണ്ടുവന്ന ആള് ആലോചിച്ചു, ഞാൻ 5 ചപ്പാത്തി കൊണ്ടുവന്നല്ലോ, മറ്റേ ആൾ 3 കൊണ്ടുവന്നുള്ളൂ, നമുക്ക് 3-5 എടുക്കാം. അയാൾ മനസ്സിൽ വിചാരിച്ചു. അപ്പം അയാൾ പറഞ്ഞു, നീ 3 ചപ്പാത്തി കൊണ്ടുവന്നുള്ളൂ, ഞാൻ 5 ചപ്പാത്തി കൊണ്ടുവന്നില്ലേ. അപ്പം നമ്മൾ 3 സ്വർണ്ണ നാണയം നീ എടുക്കുക, 5 സ്വർണ്ണ നാണയം ഞാൻ എടുക്കാം, 3-5 എടുക്കാം. അപ്പം അയാൾ പറഞ്ഞു, അയാൾ 2 പേരും പങ്കിട്ടെടുക്കാനാണ് പറഞ്ഞേക്കുന്നത്. അയാൾ 3-5 എടുക്കാൻ പറഞ്ഞിട്ടില്ല. 2 പങ്കിട്ടെടുക്കാൻ, നമുക്ക് 4 പങ്കിട്ട്, 2 പേരല്ലേ ഉള്ളൂ. മറ്റേത് അങ്ങനെ ആക്കാൻ കാരണം എന്താ? 8 ചപ്പാത്തിയേ ഉള്ളായിരുന്നു, 3 പേരുണ്ട്. ഈക്വലാക്കി അതുകൊണ്ടാണ് മുറിച്ചത്. ഇപ്പൊ ഇവിടെ ഒന്നിനും മുറിക്കേണ്ട കാര്യമൊന്നുമില്ല. 4 എടുത്തു കഴിഞ്ഞാൽ 2 പേരും പങ്കിട്ടെടുക്കാം. അല്ല, ഞാൻ 5 ചപ്പാത്തി കൊണ്ടുവന്നു, അങ്ങനെ ശരിയാവുന്നേ, ഞാനല്ലേ കൂടുതൽ കൊണ്ടുവന്നേ. അപ്പൊ എനിക്ക് 5 നാണയം, എനിക്ക് അപ്പൊ 2 പേരും തമ്മിൽ ഒരു ഡിഫറൻസ് പിന്നെ അന്നേരം ഒരു വഴക്കായി. അപ്പം അടുത്ത ദിവസത്ത് പോയി അതിലൊരു ന്യായാധിപനെ കാണാൻ ചെന്നു. ന്യായാധിപൻ ഇതെല്ലാം കേട്ടിട്ട് അയാളൊരു തീർപ്പ് കൽപ്പിച്ചു. ഈ 3 ചപ്പാത്തി കൊണ്ടുവന്ന ആള് 1 സ്വർണ്ണ നാണയം എടുക്കണം, 5 ചപ്പാത്തി കൊണ്ടുവന്ന ആള് 7 സ്വർണ്ണ നാണയം എടുക്കണം. അതിപ്പോ വിഷമിച്ചു. ഇതിപ്പോ ഇവർ 2 പേരും പറഞ്ഞതല്ല. അപ്പം ആ 3 ചപ്പാത്തി കൊണ്ടുവന്ന ആള് മനസ്സിൽ വിചാരിക്കുക, ഇത് കേസിന് വഴക്കിനൊന്നും പോകണ്ടായിരുന്നു, 3 കിട്ടിയേനി, ഇപ്പൊ 1 കിട്ടത്തുള്ളൂ. ഇതാ ഇപ്പോഴത്തെ കേസിന്റെ ഒരു രീതി എന്ന് പറയുക. അപ്പൊ ഇവര് ചോദിച്ചു, ശരി, ഇതെന്താ, നിങ്ങളെന്താ ഇങ്ങനെ ഒരു വിധി പറയാൻ കാരണം? ഇതെന്തോ ബന്ധമായത്? ഒന്നീ 3 എടുക്കണം, 5 എടുക്കണം, അല്ലെങ്കിൽ 4 എടുക്കണം. നിങ്ങളെന്തോ 1-7 എടുക്കാൻ പറയുന്നതെന്ന് ചോദിച്ചപ്പോഴേ, അത് ഈ 3 ചപ്പാത്തി കൊണ്ടുവന്ന ആളാ ചോദിച്ചത്. അയാൾ ജഡ്ജി വ്യക്തമായിട്ട് ചോദിച്ചു, ഓരോ ചപ്പാത്തി നിങ്ങൾ എത്ര മുറിച്ചത്? നീ എത്ര ചപ്പാത്തി കൊണ്ടുവന്നു? 3 ചപ്പാത്തി കൊണ്ടുവന്നു. ഓരോ ചപ്പാത്തി എത്രയായിട്ട് മുറിച്ചു? 3-3ആയിട്ട് മുറിച്ചു. മൊത്തം എത്ര പീസ് ഉണ്ടായിരുന്നു? 9 പീസ് ഉണ്ടായിരുന്നു. നീ എത്ര പീസ് കഴിച്ചു?
ഞാൻ 8 പീസ് കഴിച്ചു. 5 ചപ്പാത്തി കൊണ്ടുവന്ന അവളോട് ചോദിക്കൂ, നീ എത്ര കൊണ്ടുവന്നു? 5 ചപ്പാത്തി. ഓരോന്നും 3ആയിട്ട് മുറിച്ചു. നീ എത്ര കഴിച്ചു? 8 കഴിച്ചു. മൊത്തം 15 പീസ് ചപ്പാത്തിയായി. അത് 8 പീസ് കഴിച്ചു. അപ്പം ബാക്കി 7 പീസ് ഉണ്ട്. നീ എത്ര പീസ് അവന് കൊടുത്തത്? മൂന്നാമത്തവന് 7 പീസ് കൊടുത്തു. നീ എത്ര കൊടുത്തു? 1 പീസ് കൊടുത്തു. അപ്പം 3 ചപ്പാത്തി കൊണ്ടുവന്ന ആള് 1 പീസ് കൊടുത്തു. 5 ചപ്പാത്തി കൊണ്ടുവന്ന ആള് 7 പീസ് കൊടുത്തു. അപ്പം 1 7 എടുക്കണ്ടേ എന്ന് ചോദിച്ചു. ശരിയല്ലേ? അപ്പം നമ്മൾ ഓരോ രീതിയിൽ എടുക്കുമ്പം നമ്മൾ ഇതെല്ലാം ശരിയാ, നമുക്ക് തെറ്റായിട്ട് തോന്നുന്നില്ല. ഈ ആൻസർ നോക്കി, 3 ആൻസർ ഉണ്ട്. ഈ 3 ആൻസറിൽ ഏതാണ് ധർമ്മം എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റൂ? ഈ അറിയാത്തവർ പറയണം. 3 ആൻസർ എന്ന് പറഞ്ഞാൽ എന്തുവാ? 1 5 3, 1 1 7, ഒന്നെന്തുവാ? ആദ്യത്തെ ആൾ പറഞ്ഞില്ലേ 4 4 എടുക്കാന്ന് പറഞ്ഞില്ലയോ? അത് 3 ആൻസർ ഉണ്ട് ഇതിന്, ഈ കഥയ്ക്ക്. ഇതിൽ ഏതാണ് ധർമ്മം എന്ന് പറയാൻ പറ്റുമോ? ചന്ദ്രലേക്ക് പറയാവോ? ചന്ദ്രലേക്ക് കേട്ടിട്ടുള്ളതാണോ അത്ര ഇത്? ശ്രദ്ധ അത്ര ഇല്ല, അത്ര മനസ്സിലായില്ല. കഥ മനസ്സിലായില്ലയോ? ഇല്ല. ഏ ഇല്ല. അതെന്താ ആദ്യം വരെ കേട്ടില്ലേ? ഇല്ല, ഉറക്കം വന്നു. ഈ തലവേദനയായിരുന്നു ഭയങ്കര. തലവേദനയായിരുന്നു ഗീത ക്ലാസ്സിന് ഇരുന്ന്. ഓ തലവേദന ഭയങ്കര, പക്ഷെ ഓ ശരി ക്ലാസ്സിന് ശരി കയറി ഇരുന്ന്. ശരി ശരി ശരി. അശ്വതി കേട്ടായിരുന്നോ മൊത്തം കഥ? അശ്വതി കേൾക്കുന്നുണ്ടോ? ലേ ചേച്ചിക്ക് അറിയാമല്ലേ കഥ, ഇല്ലയോ? ആരും ഒന്നും മിണ്ടുന്നില്ലല്ലോ, എന്താണ്? ഗീത ചേച്ചിക്ക് അറിയോ? ഗീത ഉറക്കത്തില്. ചേച്ചി കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടല്ലോ. നീ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഈ കഥ? അതാ അത് അറിയാ. കേട്ടിട്ടാ ഞാൻ ഉം. ഇത് ഏ? ഇതങ്ങ് ലോക്കായി പോയി. ഇതൊന്ന് തുറക്കാൻ കുറച്ച് സമയം എടുത്തു, അതുകൊണ്ടാ ലോക്കായി പോയി. ഞാൻ ഗീ- കേൾക്കുന്നുണ്ട്. ലേ ചേച്ചി ഈ കഥ കേട്ടിട്ടുള്ളതാണോ? അതെ, അന്ന് ആണ്. അശ്വതി കേൾക്കുന്നുണ്ടോ? ഏതാ ലോക്ക് കേൾക്കുന്നുണ്ട് സാർ, എടുക്കാം. കേൾക്കുന്നുണ്ട് ഇല്ല, കേൾക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട്. അശ്വതിക്ക് പറയാമോ ഏതാ ഇതിൽ ധർമ്മമെന്ന്? ഇത് ഇതൊന്നും ധർമ്മമല്ലെന്നാ എനിക്ക് തോന്നിയത്. കാര്യം അവരെല്ലാം ഒരു കാര്യം ചെയ്തിട്ട് അതിന്റെ പ്രതിഫലം ആഗ്രഹിച്ചില്ലേ. പക്ഷെ ഇതിൽ ഏതോ അല്ല, അതാ 3 പേരും 3 രീതി. അതിൽ ഒന്ന് ധർമ്മമാണ്, ധർമ്മമായിട്ടുള്ള ഒരു ആൻസർ ആണത്. അങ്ങനെയാണ് അത് ചെയ്യേണ്ടത്, അങ്ങനെയാണ് അത് എടുക്കേണ്ടത്. ഉം. പ്രതിഫലത്തിന് എന്ന് വേണ്ടിയാ. പറഞ്ഞാ പ്രതിഫലം വേണമല്ലോ. അത് എങ്ങനെ? അത് ധർമ്മത്തിൽ വേണം ആ പ്രതിഫലം. 2 ആൻസർ അധർമ്മത്തിലാ, ഒരു ആൻസർ ധർമ്മമാ. ആൻസറുകൾ ഒന്നുകൂടെ ഒന്ന് പറഞ്ഞേ സാറേ. ആദ്യത്തെ ആള് വഴക്കുണ്ടാകുന്നതിന് മുമ്പ് തുടക്കത്തിൽ 4 4 എടുക്കാന്ന് പറഞ്ഞു. അപ്പോഴ 5 ആ ചപ്പാത്തി കൊണ്ടുവന്ന ആള് പറഞ്ഞു നമുക്ക് 3ഉം 5ഉം ആയിട്ട് എടുക്കണം എന്ന് പറഞ്ഞു. ആ ജഡ്ജി പറഞ്ഞു 1ഉം 7ഉം ആയിട്ട് എടുക്കണം എന്ന് പറഞ്ഞു. ഉം, ഉം. ഇതില് 4 4 എന്നുള്ളതാണെന്ന് തോന്നി എനിക്ക് ധർമ്മമായിട്ട് തോന്നിയത്. എന്തുകൊണ്ടാണ് അതെങ്ങനെ തോന്നിയത്? അതിന്റെ കാരണങ്ങൾ പറയണേ. കാരണം എന്ന് പറഞ്ഞാൽ അത് ഇത് കുറച്ച് അതായത് കൂടുതൽ ചപ്പാത്തി കൊണ്ടുവന്ന ആളല്ലേ ഇത് ഇങ്ങനെ 4 4 എടുക്കാമെന്ന് തീരുമാനിച്ചത്. അല്ലല്ല, ചെറിയ കൊച്ചു ചപ്പാത്തി 3 ചപ്പാത്തി കൊണ്ടുവന്ന ആളാ പറഞ്ഞത്. അപ്പോഴാണ് 5 ചപ്പാത്തി കൊണ്ടുവന്ന ആള് പറഞ്ഞത് അങ്ങനെ എടുക്കാൻ പറ്റത്തില്ല, ഞാൻ 5 ചപ്പാത്തി കൊണ്ടുവന്നു, നീ 3 ആ, കൊണ്ടുവന്നുള്ളൂ. അയാൾ എഴുതി വെച്ചിരുന്ന കുറിപ്പടി നിങ്ങൾ പങ്കിട്ടെടുക്കാനാ. 2 പേരുണ്ട്, 8 നാണയമുണ്ട്, സ്വർണ്ണ നാണയമുണ്ട്. അപ്പം 4 4 എടുക്കാം. അപ്പം ആദ്യം സമ്മതിച്ചെങ്കിലും ഒന്ന് ചിന്തിച്ചപ്പോ 5 ചപ്പാത്തി കൊണ്ടുവന്ന ആള് പറഞ്ഞു ഞാൻ 5 കൊണ്ടുവന്നുകൊണ്ട് 5 എടുക്കാം, നീ 3 ചപ്പാത്തി കൊണ്ടുവന്ന് 3 എടുക്ക് എന്ന് പറഞ്ഞു.
നാല് എന്ന് പറഞ്ഞപ്പോ പുള്ളി എന്താ പറഞ്ഞ അയാൾ വേറൊന്നും ചിന്തിച്ചിട്ടല്ല, പകുത്തെടുക്കാൻ പറഞ്ഞുകൊണ്ട് അങ്ങനെ നാല് നാലെന്നങ്ങ് ചിന്തിച്ചാണെന്നാണ് എനിക്ക് തോന്നിയത്. അല്ലാതെ പർപ്പസ്ഫുള്ളി ഇത് മൂന്ന് ഞാൻ ഇത്രയും കൊണ്ടുവന്നുകൊണ്ട് എനിക്ക് ഇതിന്റെ പകുതി കിട്ടുമല്ലോ എന്നുള്ള ഒരു കുടില ബുദ്ധിയോടുകൂടി പറഞ്ഞതല്ലാത്തത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത് അതാണ് ധർമ്മം. കുടില ബുദ്ധി കൊണ്ട് പറഞ്ഞതല്ല, അത് സത്യമാണ്. പക്ഷേ എന്തുകൊണ്ട് നാല് നാല് ധർമ്മമാവുന്നു എന്നാണ് ഞാൻ ചോദിച്ചത്. കുടില ബുദ്ധി കൊണ്ട് പറയാത്തത് കൊണ്ട് അത് ധർമ്മമാവുന്നു എന്ന് പറയാൻ പറ്റത്തില്ല. ബേസിക്കലി രണ്ടുപേരും ചെയ്തത് ഒരേ കാര്യമാണ്. ഒരാൾക്ക് വിശന്നിരുന്ന ഒരാൾക്ക് ഭക്ഷണം കൊടുക്കാൻ തയ്യാറായി എന്നുള്ളതാണ്. അപ്പൊ രണ്ടുപേരും ചെയ്തത് ധർമ്മമാണ്. അതുകൊണ്ട് തിരിച്ച് ഇപ്പം നാല് നാലെടുത്തെന്ന് പറഞ്ഞാലും അതിൽ അധർമ്മമൊന്നും തോന്നുന്നില്ല. അപ്പൊ 3-5 എടുത്താൽ അധർമ്മമായിട്ട് തോന്നുന്നു. 3-5 എടുത്ത അധർമ്മമായിട്ടൊന്നും തോന്നുന്നില്ല. പക്ഷെ നാച്ചുറലി ആ ആള് പറഞ്ഞത് അത് കുറച്ചുണ്ടെന്ന ആള് നാല് നാല് പകുതി എടുക്കാമെന്ന് ഉദ്ദേശിച്ചത് ആ ആള് അവിടെ എഴുതി വെച്ചിട്ട് പോയില്ലേ നിങ്ങളത് വീതിച്ചെടുക്കാൻ. അപ്പോ അയാള് വേറെ ഒന്നും ചിന്തിച്ചുകൊണ്ടല്ലാതെ പകുതി പകുതി എന്നുള്ള രീതിയിൽ പറഞ്ഞുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ അതിനകത്ത് വേറെ ലോജിക്കൊന്നും എനിക്കറിയില്ല. അല്ലല്ല, ഈ ആൻസർ ശരിയാണ്. പക്ഷെ അതിന്റെ റീസൺ ശരിക്കും ആലോചിക്കണം. എന്തുകൊണ്ട് അത് അയാൾ കുടില ബുദ്ധി പറയാത്തത് കൊണ്ടല്ല അത് ധർമ്മം. ഇപ്പൊ ജഡ്ജി അല്ല. പറഞ്ഞതോ, ജഡ്ജിക്ക് കുടില ബുദ്ധി ഒന്നുമില്ല, ഒന്നും എഴുതുന്ന എന്താ പറഞ്ഞേ? ജഡ്ജി മൂന്നാമതൊരാളാ. അതെന്തുകൊണ്ട് ധർമ്മമാവുന്നില്ല? മറ്റേ ആള് എന്താ പറഞ്ഞ ഞാൻ കൂടുതൽ കൊടുത്തോണ്ട് എനിക്ക് കൂടുതൽ കിട്ടണം എന്നുള്ള ഒരു അത്യാഗ്രഹം മനസ്സിലുള്ളത് കൊണ്ടാണെന്ന് തോന്നുന്നു. ജഡ്ജി മറ്റേ പാർഷ്യലായോ? ആള് അങ്ങനെ ജഡ്ജി ഇപ്പൊ പാർഷ്യാലിറ്റി കാണിച്ചതെന്നോ? ജഡ്ജി പാർഷ്യാലിറ്റി കാണിച്ചല്ല. ജഡ്ജി പറഞ്ഞത് കാൽക്കുലേഷൻ വെച്ച് നോക്കുമ്പോൾ ജഡ്ജി പറഞ്ഞത് ശരിയാണ്. ആ. ധർമ്മം വെച്ച് നോക്കുമ്പോൾ ജഡ്ജി പറഞ്ഞത് ശരിയാണെന്ന് എനിക്ക് പറയാൻ പറ്റും. അശ്വതി പറഞ്ഞത് വളരെ കറക്റ്റാണ്. മനസ്സിലായില്ലേ? വളരെ ശരിയാണിത് പറഞ്ഞത്. പക്ഷെ ഇതിന്റെ കാരണം എന്ന് ആലോചിച്ച് നോക്കിയാലേ, ഈ 4-4 എന്നുള്ളതാണ് ധർമ്മം, മറ്റേത് രണ്ടും അധർമ്മമാണ്. എന്തുകൊണ്ട് ആ രണ്ടും അധർമ്മമാവുന്നു, ഈ 4-4 ധർമ്മമാവുന്നുള്ളതിന്റെ റീസൺ വെച്ചാലേ, ഈ 1 7 5 3 ഞാൻ ഇത്ര കൊണ്ടുവന്നു, നീ ഇത്രേ കൊണ്ടുവന്നുള്ളൂ, നീ ഇത്ര കൊടുത്തു, നീ 7 പീസ് കൊടുത്തു, നീ 1 പീസേ കൊടുത്തുള്ളൂ. ഇതിന്റെ പുറകിലുള്ള ഇത് അഹന്താമമതയാണ്. എനിക്ക് ഞാൻ കൂടുതൽ ഉണ്ടെന്നു അതാ ഈ അഹന്താമമതയാണ് ഇതിന്റെ റീസൺ. ഈ ഈ 4-4 എന്നുള്ളത് ഇതിനകത്തിൽ അഹന്ത ആര് കൂടുതൽ കൊണ്ടുവന്നു, കുറച്ചു കൊണ്ടുവന്നു എന്നുള്ള ആ ഒരു ഇതില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കഥ പറയാൻ കാരണം. നമുക്ക് 3 ആൻസർ ഉണ്ട്, നമുക്കെല്ലാം 3 ശരിയാന്ന് തോന്നും. നമുക്ക് ധർമ്മത്തിനെ ഇപ്പം അശ്വതി ശരിക്കും ചിന്തിച്ചുകൊണ്ടാണ് ഇത് പറയാൻ കഴിഞ്ഞത്. പക്ഷെ ആ റീസൺ ഇതാ. അല്ല, മനസ്സിലാകുന്നുണ്ടോ? ഇപ്പം ഈ 2 ആൻസറിലും 1 7 3 5 ഈ രണ്ടിലും അഹന്താമമതയുണ്ട്. ഇതിന്റെ പുറയിൽ, ആ ആൻസറിന്റെ പുറയിൽ ഒരു അഹന്താമമതയുണ്ട്. അയാൾ 5 കൊണ്ടുവന്നില്ലേ, നീ 3 കൊണ്ടുവന്നുള്ളൂ. അപ്പം ഈ 4 എന്നുള്ളതിന് അഹന്താമമതയില്ല. അതിന്റെ അർത്ഥം എന്തുവാ? ഈ ധർമ്മം എന്നെ നിലനിർത്തുന്നത് ഈ ചൈതന്യമാണ്. ഓരോരുത്തരെയും നിലനിർത്തുന്ന ഇവിടെ ചൈതന്യം. ആ ചൈതന്യം എല്ലാവരിലും ഒരേ അളവില്ല. അതിന് അറിവുകൾ കൂടുതലുള്ള ആളിൽ കൂടുതൽ ചൈതന്യവും അറിവ് കുറവുള്ള ആളിൽ കുറച്ച് ചൈതന്യവും, അങ്ങനെയല്ല. ഈശ്വരൻ എല്ലാത്തിലും ഒരേ അളവില്ല. അതുകൊണ്ട് എല്ലാവരിലും വിവേകം ഒരേ മാതിരിയാണ്. പക്ഷെ അത് മൂടിക്കിടക്കുന്നു. വാസനാമറ കാരണം ചിലർക്ക് ഒട്ടും വിവേകമില്ല. ഈ വാസനയുടെ നേർത്ത വാസനയുള്ളവർക്ക് പെട്ടെന്ന് വിവേകം വരും. എല്ലാവരും ഒരുപോലല്ല. എത്രയോ പേര് നല്ല ക്ഷമയും സഹനശക്തിയൊക്കെ ഉള്ള എത്രയോ പേര് നമ്മൾ കാണുന്നുണ്ട്, അധികം പ്രശ്നം ഉണ്ടാക്കുക. അപ്പം അവരുടെയൊക്കെ വാസനാമറ നേർത്തതാ, വാസനയിലാണെങ്കിലും നേർത്തതാ. അപ്പൊ ഈ